കഴിയാറായി. അതുകൊണ്ട് വേഗത്തിൽ ദൈവത്തിൻ്റെ വചനം നല്ലൊരു ചിന്തകൾ നമുക്ക് പ്രാരംഭ സമയങ്ങൾ കേൾക്കാൻ ഇടയായി തീർന്നതുകൊണ്ട് ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല. നമ്മൾ തുടർമാനമായി ചിന്തിക്കുന്ന ആ ഭാഗത്തോട്ട് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിച്ച് ഒരു ആലോചന പറഞ്ഞ് നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകം എടുത്താട്ടെ, 4-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. നാം അതിൻ്റെ ഓരോ ഭാഗങ്ങൾ തുടർമാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വചനത്തിനകത്തും അതിൻ്റെ അകത്തൊരു ദൈവിക വിടുതലുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ മാനുഷിക ബുദ്ധിയിൽ സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ച കാര്യങ്ങളാണെങ്കിലും പരിശുദ്ധാത്മാവ് ആ കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുപോവുകയാണ്. നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ അത്ഭുതകരമായ ദൈവിക വിടുതൽ പ്രിയപ്പെട്ടവനെ കർത്താവ് കൽപ്പിച്ചു. 100% ബാക്ക് ടു നോർമൽ ആകത്തക്ക രീതിയിൽ കർത്താവിൻ്റെ ഒരു മഹത്വം വെളിപ്പെട്ടത് ഓർത്ത് കര ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ മുൻപുള്ള ഭാഗം ധ്യാനിച്ചായിരുന്നു. ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? അന്ന് ദൈവാത്മാവ് ഇടപെടുവാനിടയായി തീർന്നു. നീണ്ടുപോകുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, കാലദൈർഘ്യം വരുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, ദൈവം അതിൻ്റെ സമയത്തെ വെട്ടിക്കുറച്ച് വേഗത്തിൽ ചില ദൈവപ്രവൃത്തികൾ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു. സ്തോത്രം. അത്ഭുതകരമായ നിലയിൽ ആ ബുധനാഴ്ച വൈകവേളയിൽ ദൈവത്തിൻ്റെ ഒരു വലിയ വിടുതൽ ആ പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൽ സംഭവിക്കാനിടയായി തീർന്നു. സ്തോത്രം. മരുന്നൊക്കെ പൂർണ്ണമായി നിർത്തി ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഏറ്റുവാങ്ങി അത്ഭുതകരമായ നിലയിൽ കർത്താവ് പ്രിയപ്പെട്ടവനെ വിടുവിച്ചത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. എനിക്കറിയപ്പെട്ടുള്ള എല്ലാ ദൈവമക്കളും ഓർക്കാത്ത ആരും കാണത്തില്ല. വളരെ സന്തുഷ്ടനായി ദൈവസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം കടന്നു വന്ന് അതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറയുവാനിടയായി തീരും. പിതാവിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്നുകൂടെ ഓർപ്പിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. ഇവിടെ ഇന്ന് അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നമ്മൾ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്ന ഭാഗം നമ്മൾ നിന്ദകളാണ് കേട്ടുകൊണ്ടിരുന്നത്. നിന്ദകൾ. സ്തോത്രം. ഈ വെന്ത് കിടക്കുന്ന മതിലുകൾ പണിയപ്പെടുന്നതായ ജനത്തെയെല്ലാം ഒരുമിപ്പിച്ച് വളരെ ശക്തിയോടെ ഉത്സാഹത്തോടെ പണിയുമ്പോൾ ഇത് കേട്ട സൻബലത്തും തോബിയാവും അവരെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് തൊടുത്തുവിടുന്ന അവരുടെ കാതുകളിൽ മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വാക്കുകളാണ് നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? അടുത്തത് വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? സ്തോത്രം. അടുത്തൊരു ചോദ്യമാണ്, ഈ ചണ്ടിക്കൂമ്പാരത്തിനകത്തു നിന്ന് കല്ല് ജീവിപ്പിക്കുമോ? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? എന്ത് പറയും? നിങ്ങളെല്ലാം ഒന്ന് ഉറക്കെ പറയണം. ഞാൻ വേഗത്തിൽ ഇരിക്കാമെന്ന് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് എല്ലാവരും ഒന്ന് ഉണർന്നിരുന്നാൽ എനിക്കും സന്തോഷമായിരുന്നു. സ്തോത്രം. നമുക്കറിയാം ഇത് ആരാ ഈ തീ ഇട്ടതാരാ? യെരൂശലേം ദേവാലയവും സ്തോത്രം ഇതൊക്കെ തീയിട്ടതാരാ? എല്ലാം പോയോ? ഒരു ജനുവരി തൊട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആരാ തീയിട്ടെ? ഒന്ന് ഉറക്കെ പറ. ആരെങ്കിലും ഒരാൾ പറ. എന്റെ കർത്താവ്. രണ്ട് രാജാക്കന്മാർ 25-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിച്ചാട്ട്. യഹോവയുടെ ആലയം രാജധാനി ചുട്ടുകളഞ്ഞു. പ്രധാന ഭവനങ്ങൾ, വീടുകൾ ശ്രദ്ധിച്ചേ, മതിലുകൾ, ബാബേൽ ശക്തികൾ, കൽദേ ശക്തികൾ കടന്നു വന്ന് യെരൂശലേം ദേവാലയം, വീടുകൾ, രാജകൊട്ടാരങ്ങൾ, പ്രധാനപ്പെട്ട ഭവനങ്ങൾ ഇവയെല്ലാം തീ വെച്ച്
ചുട്ടുകളഞ്ഞിരിക്കുകയാണ്. മതിലുകളെല്ലാം തകർത്തിരിക്കുകയാണ്, വാതിലുകൾ ചുട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഈ വലിയ ചണ്ടിക്കൂമ്പാരം ചെറുതല്ല, വലിയ ചണ്ടിക്കൂമ്പാരങ്ങൾ ഇങ്ങനെ ഈ ചാരം അല്ലെങ്കിൽ ഇങ്ങനെ വെന്ത് കിടക്കുന്ന ഈ കൂമ്പാരത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് അടുത്ത പണിക്ക് വേണ്ടി ആര് കയറി വരുന്നത്? നെഹമ്യാവും കുറെ സാധുക്കളായ കുറെ ആൾക്കാർ കടന്നു വരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അമിസ്വതമല്ലിൽ തലയെടുപ്പോട് നിന്ന ഇതിനെയാണ് ഈ കൽദയ ശക്തികൾ കത്തിച്ചു കളഞ്ഞത്, ചാമ്പലാക്കിയത്. ഈ കൂമ്പാരം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ചോദ്യം ശത്രു ചോദിക്കുന്നത്, ഈ ചണ്ടി കൂമ്പാരത്തിനകത്തുനിന്ന് കല്ല് ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അമിസ്തോത്രം. കാരണം ചാരത്തിനകത്തോട്ട് കൈയിട്ടാൽ നമ്മുടെ കയ്യിൽ എന്തോ കിട്ടും? നമ്മുടെ കരുത്തിനകത്ത് ചാരത്തിനകത്തോട്ട് കൈയിട്ടിട്ട് ആർക്കെങ്കിലും കല്ല് കിട്ടുമോ? സ്തോത്രം. ഇവിടെ അതുകൊണ്ട് ചില ശത്രുവിന്റെ വെല്ലുവിളികൾ ഒരു ദൂതായിട്ട് അങ്ങ് ഏറ്റെടുക്കണം കേട്ടോ. ചില നിന്ദകളെ നമ്മൾ എന്ത് ചെയ്യണം? അത് അങ്ങനെ തന്നെ അങ്ങ് വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. ശത്രു ചോദിക്കുകയാണ്, ഇങ്ങനത്തെ ഈ ചണ്ടി കൂമ്പാരത്തിനകത്തുനിന്ന് വീണ്ടും കല്ലുകൾ എഴുന്നേൽപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ വേഗത്തിൽ ചിന്തിക്കും, ശരിയല്ലേ ഈ ചോദിച്ചത്? ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കകത്തുനിന്ന് ഇനി പണിയാൻ പറ്റുമോ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഉത്സാഹമെല്ലാം കെട്ടുപോകും. പക്ഷെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയരെ, ചില വെല്ലുവിളികളെ നമ്മളൊരു ആത്മാവിനെ അത് ദൂതായിട്ട് തന്നെ അങ്ങ് ഏറ്റെടുക്കണം. നാം മറുപടി പറയണം. ഹല്ലേലൂയ. സാധാരണ രീതിയിൽ ആര് ചാരത്തിനകത്ത് കൈയിട്ടാലും ഒരു പിടി ചാരമേ കിട്ടത്തുള്ളൂ. എന്നാൽ നിയോഗമുള്ള, വെളിപ്പാടുള്ള, ദൈവത്താൽ അയക്കപ്പെട്ട ചിലർ ആത്മാവിൽ അതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ അവന്റെ കരത്തിൽ ചാരമല്ല, അടുത്ത പണിക്കുള്ള കല്ലുകൾ അതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിപ്പാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ചില ഇതുപോലെ ചണ്ടി കൂമ്പാരത്തിന് മുൻപിലാണ് നാം പലപ്പോഴും വന്ന് നിൽക്കുന്നത്. അതിന്റെ അകത്തോട്ട് തന്നെ ദൈവം ഇറക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നല്ല ബോധ്യമുണ്ട് ശത്രു കത്തിച്ചതാണ്, നല്ല ബോധ്യമുണ്ട് ഇതിന്റെ അകത്തുനിന്ന് അടുത്ത ഒരു എഴുന്നേൽപ്പില്ല എന്നുള്ളത്. പക്ഷെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ചാരത്തിന്റെ അകത്തുനിന്ന് കല്ലുകളെ ജീവിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നിരാശകളുടെ, പ്രതിസന്ധികളുടെ, വേദനകളുടെ ഒരു കൂട്ടം ചണ്ടി കൂമ്പാരങ്ങൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ കിടപ്പുണ്ട്. നിന്ദകളുടെ കൂമ്പാരങ്ങൾ, അപവാദങ്ങളുടെ കൂമ്പാരങ്ങൾ, ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ കഴിയാതെ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം വെന്ത് കിടക്കുന്ന കൂമ്പാരങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൻ്റെ അകത്തോട്ട് നിന്നെ ഒന്ന് ഇറക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആർക്കും ആഗ്രഹിക്കത്തില്ല. ചാരത്തിനകത്ത് പണിയാൻ ആരും ആഗ്രഹിക്കത്തില്ല. എന്നാൽ നമുക്കൊരു നിയോഗമുണ്ട്. ഈ കത്തിച്ച് കളഞ്ഞ ചാരത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് ഇറക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രു കഴിഞ്ഞെന്ന് പറഞ്ഞത്, ശത്രുവിന് എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞത്, ഒരു ജീവൻ ഇതിന്റെ അകത്ത് ഇനി ചലിക്കത്തില്ലെന്ന് പറയുന്നത്, ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചില ക്രിയകൾ, ശൂന്യതയുള്ള നിന്റെ കരത്തിനകത്ത് ജീവിക്കുന്ന കല്ലുകളുടെ ചലനം നിന്റെ കരത്തിനകത്ത് നൽകി തരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ മാനുഷികമായി അത് പോഷത്വമെന്ന് തോന്നും. സാധാരണ മതിലൊക്കെ പണിയണമെങ്കിൽ നല്ല കല്ലൊക്കെ ഇറക്കി വെക്കണം. പക്ഷെ ശത്രു ഇങ്ങോട്ടിട്ട് തന്നു ചാരത്തിനകത്തുനിന്ന് കല്ല്. അപ്പം തീരുമാനിച്ചെന്നാ പിന്നെ ചാരത്തിനകത്തുനിന്ന് എന്ത് ചെയ്യാം? സ്വത്രം കൂടെ നിൽക്കണം എല്ലാ പ്രിയ. നമ്മൾ ഒരുമിച്ച് ചാരത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നത് എളുപ്പമാണ്, നല്ല ലോഡ് കല്ലിറക്കി വെച്ച് പണിയാൻ. പക്ഷെ ചാരത്തിനകത്തുനിന്ന് കല്ലെടുത്ത് പണിയുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഇന്നുപോലെ അങ്ങനെ പരിശുദ്ധാൽ ഒന്ന് ചെയ്യാൻ ആഗ്രഹിക്കുക കേട്ടോ.
വേഗത്തിൽ നമുക്കതൊന്ന് ഇറക്കി അങ്ങ് എടുക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ആമി ചാരത്തിനകത്തോട്ട് വെച്ച പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചതിനകത്തോട്ട് ആത്മനിയോഗത്തോടെ ഇറങ്ങാമെങ്കിൽ ഇന്ന് പകലക്കാലം ചാരമല്ല നിന്റെ കരത്തിൽ വരുന്നത്, ചലിക്കുന്ന ചിലതിനെ നിന്റെ കരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തരുമെന്ന് വളരെ ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും എത്ര കാലഘട്ടം പഴക്കമുള്ളതാണെങ്കിലും നിന്റെ കരത്തിനകത്ത് ചിലത് ചലിക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. പ്രതീക്ഷകൾ തകർന്ന മതി എന്ന് പറഞ്ഞ കഴിഞ്ഞെന്ന് പറഞ്ഞ ചില ചണ്ടി കൂമ്പാരത്തിനകത്തൂന്ന് ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ അർത്ഥമാന വേദി കെട്ടി അർത്ഥം ഭവന വേദി യേശുവിന്റെ രക്തത്താ ജയ ചാരമല്ല ജീവനുള്ള കല്ലുകൾ നിന്റെ കരത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് പകരട്ടെ. ശത്രു അത്ഭുത കൂറുമാറ്, ദേശം അത്ഭുത കൂറുമാറ്. ചിലതിന്റെ ഭാവിയെ ദൈവം എടുത്തു ദൈവം എടുത്ത് തിരിക്കാൻ പോകുക കേട്ടോ. ചില കുടുംബത്തിനെ അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുകയാണ്. ചണ്ടി കൂമ്പാരത്തിനകത്തുനിന്ന് കല്ലുകളുമായി കയറി വരുന്ന ചില വെളിപ്പാടുകൾ ഇന്ന് പകലക്കാലം ആത്മാവിൽ ശക്തമായി വെളിപ്പെടുത്തുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മനിയോഗത്തോടെ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ദുഷ്ടപിശാച് കത്തിച്ചതിന്റെ അകത്തൂന്ന്, തകർത്തതിന്റെ അകത്തൂന്ന്, മുടിച്ചിട്ടതിന്റെ അകത്തൂന്ന് വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാ. ചരിത്രം പറയുന്നത് 24 മണിക്കൂറുകൾ കത്തി നിന്നു. എത്ര നാളുകളത്തെ പണികളാ. ആ കത്തിച്ചതിന് പിന്നെ ഒരു കാര്യമുണ്ട്, ഇനിയും ഉയരരുതെന്നും പറഞ്ഞ കത്തിച്ച്. ഇനിയും ഈ പേര് യഹോവയുടെ ആലയം എന്ന് പറയുന്നത് യെരൂശലേമിൽ പൊങ്ങരുത്, ഇനി ഒരു ആരാധന ഉയരരുത്. അപ്പോൾ കത്തിച്ചതിന് പിൻപിൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്, ഇവിടം കൊണ്ട് മതി, ഇനിയും ഉയരരുത്, ഇനിയും പണിയരുത്, ഇനി ഇങ്ങനെ ഒരു പേര് ദേശത്ത് വെളിപ്പെട്ടു വരരുത്. അതുകൊണ്ടാണ് അടിസ്ഥാനം മുതലേ കത്തിച്ചത്. അതുകൊണ്ടാണ് സകലത് ഇടിച്ചു കളഞ്ഞത്. പക്ഷെ ആ കൂമ്പാരത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവാത്മാവ് അടുത്തൊന്ന് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ചിലത് ശത്രു കൊണ്ടിട്ടത് ഒരിക്കലും നീ എഴുന്നേൽക്കരുന്ന് പറഞ്ഞ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിനുള്ള കത്തിയിലെ കത്തിച്ചിട്ടേക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിള്ളേരെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പേര് വിളിക്കുന്നതൊക്കെ എഴുന്നേറ്റ് നിൽക്കണേ. ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കും, വർത്താനം പറഞ്ഞിരിക്കുന്നവരെല്ലാം പേര് വിളിക്കും, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ പറയണം വരെ അവിടെ നിന്നോണം കേട്ടോ. അപ്പോൾ അടുത്ത് ഇനി മെസ്സേജിൻ്റെ ഇടയിൽ ഞാൻ പേര് വിളിക്കും, പെട്ടെന്ന് നെയ്തൻ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റങ്ങ് നിന്നോണം. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചാട്ട് സ്തോത്രം. നാളുകളായി ഈ വിധത്തിൽ കത്തിച്ചിട്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ആത്മാവിൽ നോക്കുമ്പോൾ പലരുടെ മുൻപിൽ ഒരു കൂമ്പാരം കിടപ്പുണ്ട്. പലരുടെ മുൻപിൽ എന്തോ ഉണ്ട്. ഈ കൂമ്പാരത്തിനകത്ത് ആരാധന ഉണ്ടായിരുന്നു, അഭിഷേകം ഉണ്ടായിരുന്നു, ശുശ്രൂഷ ഉണ്ടായിരുന്നു, സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു, ആനന്ദമുണ്ടായിരുന്നു. പക്ഷെ ഇത് മുഴുവൻ കത്തിച്ച് ചാരമായിട്ട് ഒരു കുന്നുകൊണ്ട് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുക. ഞാൻ പറയുന്നത് എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിലെ സന്തോഷമാണ് ഇപ്പോൾ ചാരമായിട്ടിരിക്കുന്നത്. ഇന്നലകളിലെ ആരാധനയാണ് നിന്റെ മുൻപിൽ ഒരു ചാര കൂമ്പാരമായിട്ടിരിക്കുന്നത്. ഇന്നലെ നിന്റെ സന്തോഷങ്ങളും സമാധാനവും ഒരു പിടി കൂമ്പാരം പോലെ നിന്റെ മുൻപിൽ പൊങ്ങി നിൽക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആ ചണ്ടി കൂമ്പാരത്തെ എടുത്തു മാറ്റി അതിന്റെ അകത്തുനിന്ന് ഒരു ജീവന്റെ കല്ലുകൾ ആത്മാവ് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
കഴിഞ്ഞിട്ടില്ലെന്നേ, ആമി കഴിഞ്ഞിട്ടില്ലെന്നേ, ആമി ദൈവിക പദ്ധതി കഴിഞ്ഞിട്ടില്ലെന്ന്. ആമി നിന്റെ ചില കൂമ്പാരങ്ങള് ദൈവാത്മാവ് കാറ്റെടുപ്പിക്കാൻ പോകുകയാ. അതിന്റെ അകത്തുനിന്ന് ചിലതിന് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചാരം പോലെ കൂമ്പാരങ്ങൾ അവൻ അഴിഞ്ഞു മാറട്ടെ. അതിന്റെ അകത്തുനിന്ന് ചില പ്രതീക്ഷയുടെ, ചില ദൈവ പദ്ധതിയുടെ ആഴങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പുറത്തു വരട്ടെ. ഈ കൂമ്പാരത്തിന്റെ അകത്തുനിന്ന് കല്ലുകൾ ജീവിക്കുമോ? ഈ കൂമ്പാരത്തിന്റെ അകത്തുനിന്ന്, ഈ ചണ്ടി കൂമ്പാരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. Hallelujah. Hallelujah. Praise the Lord. നമുക്കറിയാം, ഈ ഇരുമ്പ് താന്നു പോയത് പൊങ്ങി വരുമോ? തന്നെ വരുമോ? ആമേൻ. യോർദാനിൽ ആമേൻ സ്തോത്രം, ആമേൻ ഇടുക്കം മാറ്റാനായിട്ട് ഒരു ശിഷ്യൻ പോയി വെട്ടിയതാ. നല്ല ഉദ്ദേശത്തോടെ വെട്ടിയതാ, കടം മേടിച്ചതാ. പക്ഷെ എന്ത് ചെയ്തു? വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെ പോയി. ഒരു കാര്യം ഉറപ്പുണ്ട്, പോയത് അറിഞ്ഞല്ലോ. നമ്മുടെ കുഴപ്പം പോയത് എന്ത് ചെയ്യുന്നില്ല, ഓടി യജമാനടുക്ക് ചെന്നു. യജമാനെ കടം വാങ്ങിച്ചതാ. അവൻ യോർദാനകത്ത് ഇരുമ്പ് പൊങ്ങി, അവൻ സ്വത്രം തണുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഈ യുക്തിവാദികൾ, വചനത്തെ വിമർശിക്കുന്നവരൊക്കെ കളിയാക്കാറുണ്ട്. അമിസ്വത്തിൽ ചുമ്മാ അങ്ങ് പറയുകയാ, ഇത് വിശ്വസിക്കാൻ കുറെ പൊട്ടന്മാർ, ഇങ്ങനെ അവർ പറയുന്നു. അമിസ്വ താന്നുപോയ ഇരുമ്പ് കോടാലി ചുമ്മാ ഒരു കൊമ്പ് വെട്ടിയപ്പോൾ പൊങ്ങി വന്ന് വിശ്വസിക്കാൻ നിങ്ങളെപ്പോഴുള്ളവർക്ക് പറ്റത്തുള്ളൂ. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആമേൻ. ഒരു കാരണവശാലും വെള്ളത്തിലെ ആഴത്തിൽ പോയ ഇരുമ്പ് തന്നെ പൊങ്ങത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ല കാര്യമൊന്നും. പക്ഷെ ഭക്തൻ ആ വിഷയത്തെ വിട്ടില്ല. കോടാലി പോയതൊക്കെ പ്രാർത്ഥിച്ച് ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നിസ്സാര വിഷയങ്ങൾ പ്രാർത്ഥിച്ച് ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അഥവാ ഇപ്പം മേടിച്ചവരോട് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെങ്കിൽ ആമേൻ സ്തോത്രം, വെള്ളത്തിൽ പോയ വിഷയമല്ല, വിട്ട് കളയാനുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ ആ ഭക്തൻ പറഞ്ഞു, ആമേൻ യജമാനനെ പോയി എന്ന് പറഞ്ഞപ്പോൾ ആ നല്ല യജമാനൻ പറഞ്ഞു, അവനെ കാണിച്ചതാ എവിടാ പോയതെന്ന്. ആമേൻ സ്തോത്രം കാണിച്ചു കൊടുത്തു. അവിടെ കാണുന്നത് ഭക്തൻ ഒരു കൊമ്പ് വെട്ടിയിട്ടു. വിട്ടതേ അറിയത്തുള്ളൂ, കൊമ്പ് വെട്ടിയിട്ടു. പക്ഷെങ്കിൽ ആ കൊമ്പ് താഴെ പോയോ? ആ കൊമ്പ് വെള്ളത്തിൽ നിന്ന് താഴെ പോയോ? കൊമ്പ് വെട്ടിയിട്ടതേ ഉള്ളൂ. പക്ഷെങ്കിൽ അമ്മ കൊമ്പ് വെട്ടിയിട്ടു. താന്നു പോയതിനെ അമ്മ ഹല്ലേലൂയ ദൈവശക്തി കടന്നു ചെന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് നഷ്ടപ്പെട്ട അവന്റെ കരത്തിൽ കൊടുത്തു. ഇതൊരു കഥയായിട്ട് വായിച്ചാൽ ഒരു കഥയാകും. പക്ഷെങ്കിൽ എന്തിനാ ആത്മാവ് എഴുതി വെച്ചത്? ഇന്ന് പകലക്കാലം കൈവിട്ടു പോയത് എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകലക്കാലം വിശ്വസിക്ക്. നീ ഇവിടെ ആരാധിക്കുമ്പോൾ, നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ വ്യാപരിക്കുന്ന ദൈവശക്തി അമ്മ ആഴത്തിൽ ചെന്ന്, അത് എത്ര ആഴത്തിൽ മറഞ്ഞിരുന്നാലും കുഞ്ഞ നിന്റെ കരത്തിൽ അത് മടക്കി തരാൻ വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി സ്തോത്രം. വിശ്വസികളെ വ്യാപരിക്കുന്ന ആ ദൈവശക്തിക്കായി സ്തോത്രം. നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ, നിന്റെ ആയുസ് നഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ, നിന്റെ ഭാവി നഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. സകല തടസ്സങ്ങളെ തകർത്ത് ഉയരുവാൻ തടസ്സമായ സകല മേഖലകളെ തകർത്ത് ദൈവശക്തിയാൽ അത് മടങ്ങി വരട്ടെ.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം എല്ലാവരും ആത്മാവിൽ ആരാധിച്ചാട്ട് അവൻ ചിലതിന് ദൈവത്തിന്റെ ആത്മാവ് മടക്കി വരുത്താൻ ആഗ്രഹിക്കുക. നഷ്ടപ്പെട്ടതിന്, താണുപോയതിന്, അവൻ നിന്റെ കണ്ണിൽ നിന്ന് അകന്നു പോയതിന് യേശുവിന്റെ നാമത്തിൽ യേശു മടങ്ങി വരട്ടെ. നിന്റെ കരത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ ചിലത് മടങ്ങി വരട്ടെ. അർത്ഥമാനകക്ഷസിയാതൻ വൈഷപ്രവന വേദികടകസിയാതൻ. നമ്മുടെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. മറിയ ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും? അടുത്ത മറുപടി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേലത് നിഴലിടും. അന്ന് നിന്റെ ചോദ്യത്തിന് മറുപടിയാണെന്ന്. ഇന്ന് പകൽക്കാലം എങ്ങനെ സംഭവിക്കും? മാനുഷികമായി നടക്കത്തില്ല. പക്ഷെ അത്യുന്നതന്റെ ശക്തി നിന്റെ വിഷയത്തിൽ നിഴലിട്ട, നിന്റെ വിഷയത്തിൽ വെളിപ്പെട്ടു വന്ന് മറിയയ്ക്ക് വേണ്ടി മാത്രമല്ല, കുഞ്ഞ നിന്റെ വിഷയത്തിന് വേണ്ടിയും ആ ശക്തി വ്യാപരിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവശക്തി നിഴലിട്ടതുപോലെ ശക്തിയോടെ ആരാധിച്ചാട്ട്, ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട് ആ ദൈവശക്തി ഇന്ന് പകലക്കാൽ ചലനമേൽ വീഴുകയാണ്. നിന്റെ വിഷയത്തിൽ എങ്ങനെ സംഭവിക്കും? എങ്ങനെ സംഭവിക്കും? നിന്റെ ചോദ്യത്തിന് പരിഹാരമായി അടകം പടകം ദരകം ഭാരം പക്ഷം അർത്ഥ ധാര ദൂര മനയോ കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ താണുപോയെടുത്തോട്ട് ആ ദൈവശക്തി ഇറങ്ങട്ടെ. നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി, നിന്റെ നിരാശകൾക്ക് മറുപടിയായി ദൈവശക്തി. ശക്തിയാലയല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഓ ജീസസ്, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കോശം ഇന്ന് പകലക്കാലം മുഴങ്ങട്ടെ. ആമേൻ. ജയത്തിന്റെ കോശം മുഴങ്ങട്ടെ. ചണ്ടി കൂമ്പാരത്തിന്റെ അകത്തുനിന്ന് കല്ലുകളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സംഭവിക്കട്ടെ. അടക വേദികക്ഷസിയാതന അർത്ഥപ്രവരധാരകക്ഷസി. ഹല്ലേലൂയ. ദൈവജനമേ, വചനത്തെ വചനമായി അങ്ങ് ഏറ്റെടുക്കണം കേട്ടോ. അങ്ങനെ അകത്ത് നിങ്ങൾ അവിശ്വസിക്കരുത്. ഈ വചനത്തിന് ശക്തിയുണ്ട് കേട്ടോ. അനേകർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാ. ആമിഷ നിങ്ങൾ ഇവിടെ അത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ക്രിയകൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാ. അബ്രഹാം അതിൽ വിശ്വാസത്തോടെ അവന്റെ ഏകജാതനെ അർപ്പിക്കാൻ തയ്യാറായി. തിരുവെടുത്ത് പറയുന്നു, ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവൻ. ഒരു ഭാഗം എടുത്തു പറഞ്ഞു, നിന്റെ സന്തതി ഹല്ലേലൂയ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം കൈക്കൊണ്ടവൻ. ഹല്ലേലൂയ. അത് വേണമെന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം 11:17 പെട്ടെന്ന് വായിച്ച്.
ആശ്രദിച്ച് എന്താണ് വാഗ്ദത്തം? ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതിയാകുമെന്നുള്ള വാഗ്ദത്തം കൈക്കൊണ്ടു. അവിടെ കൊണ്ട് നിർത്താം. സ്തോത്രം. അവൻ ആ വാഗ്ദത്തമുള്ളവൻ വിശ്വസിച്ചു. എന്ത്? അവിടെ വായിച്ചു. മതി. വാഗ്ദത്തം കൈക്കൊണ്ടവന്റെ പ്രത്യേകത, അവന് നല്ല ഉറപ്പുണ്ട്. മരിച്ചാലും, ഞാൻ കഷ്ടമായി ഇവിടെ നുറുക്കിയാലും, അവൻ ഈ കഷ്ടത്തിനകത്തുനിന്ന്, ഈ ചാരത്തിനകത്തുനിന്ന് അവൻ സ്തോത്രം എനിക്കുള്ള തലമുറയെ എഴുന്നേൽപ്പിക്കുമെന്ന കാരണം അവൻ വാഗ്ദത്തം കൈക്കൊണ്ടു. നിനക്ക് ജനിക്കുന്നവൻ, നിന്റെ സന്തതി. വാഗ്ദത്തം കൈക്കൊള്ളവരെല്ലാം ഒന്നുകൂടെ കർത്താവിനെ ശ്രദ്ധിച്ചാട്ട്. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, നമ്മൾ ഒരുമിച്ചൊന്ന് ആരാധിക്കാൻ പോകും കേട്ടോ. പ്രസംഗിക്കാനുള്ള സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വാഗ്ദത്തം കൈക്കൊണ്ടവരെല്ലാം ഏൽപ്പിച്ചു കൊടുത്തേ. ഇസ്ഹാക്ക് ധൈര്യത്തോടെ വാൾ ഓങ്ങിയത്, ഇസ്ഹാക്ക് ധൈര്യത്തോടെ മോറിയമല കയറിയത്. അവന്റെ അകത്ത് നല്ല ധൈര്യമുണ്ട്. ഞാൻ കേട്ടതാണ്, നിനക്ക് ജനിക്കും നിന്റെ സന്തതി. അവൻ ഈ വാഗ്ദത്തം കൈക്കൊണ്ടവൻ, അവൻ വിശ്വസിച്ചു ഇതിന്റെ അകത്തുനിന്ന് മരിച്ചാൽ ഉയർപ്പിക്കും. മോറിയമല കയറിയപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങളൊന്ന് ആരാധന കഴിച്ചിട്ട് വരാമെന്ന്. നല്ല തൻ്റെ ഇടമുണ്ട്. അവൻ സ്തോത്രം, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരത്തില്ല, അവൻ പോയ പോലെ തന്നെ വരും. സ്തോത്രം. ഇന്ന് പകലക്കാലം വാഗ്ദത്തം കൈക്കൊണ്ടെങ്കിൽ അതാണ് അവൻ ഒരു ചാരമായിട്ട് നിന്റെ മുമ്പിൽ ഇരിക്കുന്നത് അല്ലേ? അവൻ സ്തോത്രം ഹല്ലേലൂയ, ചണ്ടി കൂമ്പാരം പോലെ നിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ആത്മാവ് അതിനെ നോക്കി പറയുകയാണ്, അതിൻ്റെ അകത്തൂന്നൊരു കല്ലുകളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. യേശു അധികാരമുള്ള നാമത്തിൽ ഇത് വെറുതെ ഒരു വചനം പറയുകയല്ല. നിന്റെ മേലെ ചില കൂമ്പാരങ്ങൾ, ചണ്ടി കൂമ്പാരത്തിനകത്തോട്ട് ഈ വചനത്തെ ആത്മാവയക്കുകയാ. വിശ്വാസത്തോട് ചിലതിനെ പിറക്കിയെടുക്കുവാൻ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ.